ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ കാർ ഇടാൻ വേണ്ടി നമ്മൾ പുതിയൊരു കാർ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഫുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണിയും കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്ന് കാണാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ കാർ ഇടാൻ വേണ്ടി പുതിയൊരു കാർ ഷെഡ് പണിയാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പരിപാടിയാണിതെല്ലാം. തുടക്കത്തിൽ തന്നെ എനിക്ക് കുറച്ച് പണി കിട്ടി. ഈ ഷീറ്റൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ല കഷ്ടപ്പെട്ട് ഇതിനൊക്കെ നല്ല കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് അതിനേക്ക് ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കാർ ഷെഡിൻ്റെ ഷീറ്റിൻ്റെ അളവൊക്കെ നോക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്നിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണി കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ടെല്ലാം ഡീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്കിനി കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം ഒരു പാട്ടിട്ട് തന്നെ കാണാം. അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ഫുള്ളും നമുക്ക് സെറ്റാക്കാം. ഈ തൂണ് മാറ്റി ഇവിടെ വയ്ക്കണം. ഇനിയിപ്പം മരമൊക്കെ മുറിക്കണം. അങ്ങനെ ഒരു മരം മുറിച്ച് ഇനി ആ മരം കൂടെ മുറിക്കാനുണ്ട്. നമുക്ക് ഈ മരം കൂടെ മുറിക്കാനുണ്ട്. വലിയ പൊക്കമൊന്നും ആയില്ല, ഇനി അതും കൂടെ മുറിക്കണം. പക്ഷേ എനിക്ക് പണി കിട്ടി. എന്താ തേയില ഇടാൻ പറഞ്ഞു, കട്ടൻ. അപ്പോൾ അവർക്ക് കട്ടൻ കൊടുക്കണം. അപ്പോൾ പോയി വടയൊക്കെ വാങ്ങിച്ചിട്ടാന്ന് ചേച്ചി. ചേച്ചിനെ നിങ്ങൾക്ക് കട്ട ഇടാൻ അറിയോ? എനിക്കിതിൻ്റെ അളവ് അറിയില്ല കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം വച്ചിട്ടുണ്ട്. ഇനിയിപ്പം തേയിലപ്പൊടി എടുക്കണം, പഞ്ചസാര എടുക്കണം. രണ്ട് മതിയെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും തേയില ഇടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കും. നമുക്ക് വെൽഡിങ് പണീൻ്റെ ഇടയിൽ കൂടെ കുക്കിംഗ് പണി കൊടുക്കണം. ഇതാണ് തേയില, AVT. ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ടു. ഇതിന് കളറാവും നോക്കട്ടെ, എന്നാൽ നമുക്ക് ബാക്കിയിടാം. അല്ലാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്താൽ നോക്കാം. നമുക്ക് പഞ്ചസാര ലാസ്റ്റ് ഇടാം. കാരണം 2-3 പേർക്ക് പഞ്ചസാര ഷുഗർ കട്ടാണ് ഇവിടെ ഉള്ളവർ. ഈ ഷുഗറൊക്കെ ഉണ്ട് വേറെ തൊലിച്ച്. എനിക്ക് വലിയ പണിയൊന്നുമില്ല, പക്ഷെ മരമൊക്കെ വെട്ടി തുടങ്ങും. സെറ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചായ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കളർ കറക്റ്റാണെന്ന് തോന്നുന്നു. ഇനി പഞ്ചസാര ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് കലക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് മേളിൽ കയറി വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്രെയിം ഉണ്ടോ, അറ്റത്ത് കാണുന്ന ഫ്രെയിം. ഈ ഷീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് അറ്റം വരെ പോവും. ഇങ്ങനെ ഇരിക്കും, ഫുൾ കവറായിട്ടിരിക്കും. അപ്പോൾ നമുക്കിനി 2 കാറിടാം. ഇനി എൻ്റെ കാർ എവിടെ ഇടും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യട്ടെ. പിന്നെ നമുക്കിത് പൊളിച്ച് മാറ്റി സെറ്റാക്കാം. കുഴപ്പമില്ലല്ലേ, ചെയ്ത് വരുമ്പോൾ അറിയാം. ഇത് ഫുള്ളും കവറായി വരും. അതിൻ്റെ ഫ്രെയിമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം, കണ്ടറിയാം. അടുത്ത പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓറടിക്കണം. അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അവർ പോയി. ഇനി നമുക്ക് തറപ്പണിയുള്ളൂ. ഇനി ഷീറ്റിന് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കല്ലൊക്കെ ഒന്ന് ഇടിച്ച് പൊളിച്ച് വയ്ക്കാൻ പറഞ്ഞ്. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. ഇനി ഇതിനെടുത്ത് അവിടെ കെട്ടണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതിനെ തട്ടി പൊട്ടിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്തായാലും ഇതുപോലെ പീസ് കിട്ടി ഇത്രയും കിട്ടി. ഇനി ഇത്രയും തൂണൊക്കെ പൊളിക്കണം. ഇങ്ങോട്ട് പൊളിക്കണ്ട, ഇത്രയും പൊളിക്കണം, ഇനി ഇതുവരെ പൊളിക്കണം. എന്നോട് ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ കുഴപ്പമില്ല, സെറ്റപ്പാക്കി തന്നിട്ടുണ്ട്. ഇനി തറയും കൂടി ഇടുമ്പോൾ അറിയാം. ഞാൻ ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. ഈ ഒരു കണക്കിന് വന്നു. ഈ ഒരു തൂണും കൂടെ മാറ്റി സെറ്റാണ്. പക്ഷേ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈ തൂണ് നിർത്തും. പക്ഷെ നമുക്ക് തൂണ് മാത്രമായിട്ട് മതി. ഈ കല്ലൊക്കെ അടിച്ച് കളയുമ്പോൾ സെറ്റാവും. അപ്പോൾ ഇതാണ് നമ്മളെ കാർ ഷെഡ്. അപ്പോൾ എന്തായാലും ഇനി കല്ലടിച്ച് പൊളിക്കട്ടെ. പക്ഷേ നമ്മളെ കാർ ഷെഡിൻ്റെ പണി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇൻ്റർലോക്ക് ഇടണം, മണ്ണിടണം, കുറേ പരിപാടിയുണ്ട്. ഈ മണ്ണിട്ടിട്ട് ഇൻ്റർലോക്ക് ഇടണം, കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ട
കല്ലൊക്കെ ഞാൻ ഏകദേശം ഇത്രയും കണക്കിന് ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ കാറ് സർവീസിന് കൊടുത്തിരിക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി സിറ്റിയിൽ പോകണം. ഫോർഡിൻ്റെ സർവീസിലാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അതിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ അത്യാവശ്യം ബെയറിംഗ് ഒക്കെ ബെയറിംഗ് അല്ല എന്തൊക്കെ മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം, കാർ എടുത്തുകൊണ്ട് വരണം. പിന്നെ നമ്മളുടെ പണി ഇത്ര ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ ഇടിക്കാനുണ്ട്. ഇത്രയും കൂടെ ഇടിച്ച് കളഞ്ഞാൽ ഇവിടുത്തെ ലെവലായി. പിന്നെ അവിടുത്തെ കല്ലും കൂടെ ഇടിക്കാനുണ്ട്. എനിക്കാണ് പണി തന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തേക്കും തീക്കാം ഉണ്ടോ. ഇപ്പോൾ ഈ ഒരു കണത്തിനാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം ഈ കല്ലില്ലേ ഇത്രയും കല്ലും കൂടെ ഇടിച്ച് പൊട്ടിക്കാണ്ട് അവിടുത്തെ കല്ല് അത്ര ഇടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ തന്നെ വരും. പിന്നെ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതവർ സെറ്റ് ചെയ്യും. കാരണം ഈ ഒരു ഇൻ്റർലോക്ക് ഇടേണ്ടതാണ്. അപ്പോൾ അതിനുള്ള കണക്കിന് അവർ സെറ്റ് ചെയ്യും. പിന്നെ ഷീറ്റ് സൈഡിൽ നമ്മൾ ബാക്കി വന്ന ഷീറ്റ് എടുത്ത് സൈഡിൽ അടിച്ച്. പക്ഷേ ആ ഒരു ഷീറ്റ് തികയാത്തതുകൊണ്ടാണ് പഴയ ഷീറ്റ് എടുത്ത് വെച്ചത്. കുറച്ച് വൃത്തിയായിട്ടുണ്ടല്ലേ അത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മഴ നനയാതിരുന്നാൽ മതി. അപ്പോൾ നമ്മളെ കാർഷൻ്റെ വർക്ക് ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. ഇനി ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞ പരിപാടിയും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഷീറ്റ് ഇടുന്ന പരിപാടിയും തീർന്നു. നമ്മൾ സൈഡെല്ലാം പൂശി. ഇനി സൈഡൊന്ന് വൈറ്റ് വാഷ് ചെയ്യണ പരിപാടിയേ ഉള്ളൂ. ഇനി തറയിലെല്ലാം നിരത്തിയിട്ട് ഇൻ്റർലോക്ക് ഇടണം. അത് നമ്മൾ കാർഷഡ് സെറ്റായി. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഷീറ്റ് ഇട്ട വീഡിയോ കണ്ടാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം നമ്മൾ ഇങ്ങനെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്നാണ് പൂശി സെറ്റാക്കിയത്. നിങ്ങൾ കണ്ടു കാണും. നൈസായിട്ട് പൂശി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തറ ഒന്ന് നിരത്തണം. മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് നിരത്തണം. എന്നിട്ട് നമ്മൾക്ക് ഇൻ്റർലോക്ക് ഇടണം. നമ്മളെ കാർ എടുത്തിടണം. ഇപ്പം നമ്മൾ കാറൊക്കെ ഒരു കാർ അവിടെയാണ് ഇട്ടിരുന്നത്. കാരണം ഇന്നിവിടെ പണിയായിട്ടാണ് എടുത്ത് പുറത്തിട്ടത്. പിന്നെ വേറൊരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ട്. കണ്ടോ ഈ ഒരു ഘട്ടത്തിലായിട്ടുണ്ട്. അതേസമയം നമ്മൾ ടൈലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ നമ്മളെ കാർഷൻ്റെ പണി സെറ്റായിട്ട് തീരും. അവിടെ പണി നടപ്പുണ്ട്. അപ്പോൾ ഞാൻ പണിയും കാര്യങ്ങളും ടൈം ലാപ്സിൽ പെട്ടെന്ന് കാണിച്ചു തരാം. കാർഷൻ്റെ പണിയെല്ലാം കുറേ ദിവസത്തെ വീഡിയോ ആയിരുന്നത്. എന്തായാലും കിട്ടുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ കാർഷൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞത്. കാർഷയുടെ സെറ്റായിട്ടുണ്ട്. ഇൻ്റർലോക്ക് എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല. അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടിയായിരുന്നത്. ഇനി കുറച്ച് ചവറും കൂടെ വരാനുള്ളൂ. ബാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കാർ ഇനി മഴ നനയത്തില്ല. ഇനി തന്നെ സേഫായിട്ട് ഷീറ്റ് മൂടി കിടത്താമെന്നാണെങ്കിൽ കാർഷെല്ലാം സെറ്റാക്കി. ഇനി നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സൈഡിലോട്ട് ഒതുക്കിയിട്ട് 2 കാറിനെ എടുത്ത് തരണം. ഇപ്പം പണി കഴിഞ്ഞേ ഉള്ളൂ. എന്തായാലും ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് നോക്കും. ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്നു. നല്ല വൃത്തിയാക്കി. ഈ ഒരു കോലമാണ് ഇപ്പോഴത്തെ കാർഷെഡ്. ഇവിടെ നമ്മളുടെ ഫോർഡ് ഫിഗോയും ഇവിടെ നമ്മളുടെ എക്കോ സ്പോട്ടിലാണ് ഇപ്പോൾ പ്ലാൻ. കാരണം ഈ ഒരു തൂണ് നിൽപ്പുള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ തൂണ് നമുക്ക് മാറ്റി ഒറ്റ പൈപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഇപ്പം ഞാൻ ചിലപ്പോൾ BMW എടുക്കുമ്പോൾ ആ സമയത്തായിരിക്കും. എന്തായാലും നമുക്ക് ഇതിനെ രണ്ടും എടുത്ത് കാർഷനകത്തേറ്റാം. കണ്ടോ മഴ നനഞ്ഞ് ഒന്നത്തായാലും മഴ നനഞ്ഞ് വലിയ പണിയൊന്നും എടുത്തില്ല. എന്നാലും തൂത്ത് വൃത്തിയാക്കി സെറ്റാക്കി തളർന്ന്. അപ്പോൾ ഇനി എന്തായാലും കാറിനെടുത്ത് ആദ്യം അകത്തെടുത്തെ. എന്തായാലും ആദ്യമായിട്ടാണ് കാർഷെഡിൽ പുതിയ കാർഷെഡിൽ കയറാൻ പോകുന്നത്. ഇതാ കാർഷെഡ് വയ്ക്കാൻ വേണ്ടി ഈ ഒരു കാർഷെഡല്ല, ഈ ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടിയുള്ള ബില്ലാണ് ഇത്. സ്ക്വയർ ഫീറ്റ് 193 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ കല്ലിന് ഒരു സ്ക്വയർ ഫീറ്റ് 60 രൂപയാണ് ഈ ഒരു കല്ലിനായിട്ടുള്ള. പിന്നെ ലേബർ ചാർജ് 1250 വെച്ച് 3 പേർക്ക്. പിന്നെ വണ്ടി വാടക 1000 രൂപ. ഇതാണ് നമുക്ക് കാർ ഷെഡ് വയ്ക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഇൻ്റർലോക്ക് മാത്രം ഇടാൻ വേണ്ടി. ഇങ്ങനെ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളും എവിടെയൊക്കെ നോക്കാനുണ്ട്. അതിന് അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാത്രമായത് ഇത്രയും തുകയാണ്. എന്തായാലും നമുക്ക് ആദ്യമായിട്ട്
കാർ എടുത്ത് നമുക്ക് അവിടെ ഇടാം. അതേസമയം നമ്മളെ കാർ എടുത്ത കാർ ഷെഡ് ഇട്ടിട്ടുണ്ട്. ഇത്രയും ദിവസം മഴ നനഞ്ഞ് നടന്ന കാർ എടുത്ത ഇപ്പോൾ കാർ ഷെഡിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. എത്ര ദിവസത്തെ വീഡിയോ ആണെന്ന് അറിയില്ല. എന്തായാലും ഒരു 4-5 ദിവസത്തെ ഷോട്ടൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കുന്നത്. എന്തായാലും അധികം സംസാരവും കാര്യങ്ങളൊന്നും കാണില്ല, കാരണം ഞാൻ ആളുകളുടെ മുമ്പിൽ അത്ര സംസാരിക്കാനുള്ള ഇതായിട്ടില്ല, അതുകൊണ്ടുള്ള ചെറിയ ടാസ്ക്. അപ്പോൾ എന്തായാലും നമ്മളുടെ കാറകത്തായി എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഈ കാർ ഷെഡ് വയ്ക്കാൻ നമുക്ക് ആപ്പടെ ഫുൾ ചിലവായത് ഒരു 10-30,000 ആയി കാണും. കാരണം ഇൻ്റർലോക്കും ഈ ഷീറ്റും എല്ലാം കൂടെ 10-30,000 രൂപയായി. ഈ ഷീറ്റിന് തന്നെ 15,000 രൂപയായി എല്ലാം കൂടെ ചെയ്തു വന്നതിന്. പിന്നെ നമ്മൾ ഇൻ്റർലോക്കിൽ നിന്ന് 16,300 സംതിങ് രൂപയായി. അപ്പോൾ ഇത്രയും നമ്മളുടെ വണ്ടി പണിയാനുള്ള സംഭവം കണ്ടോ. വണ്ടി കറക്റ്റായിട്ട് ഇടിച്ചില്ലല്ലോ. ഇടിച്ചില്ല. ഈ ഒരു കണക്കിനിട്ട് സെറ്റല്ലേ. അപ്പുറത്ത് ഇനിയും കയറും. ഞാൻ പിന്നെ കുറച്ച് ഒന്ന് ഒതുക്കി മാറ്റിയിട്ടതാണ്. എന്തൊരു കണ്ടോ ഈ ഒരു ഗ്യാപ്പ്. നമുക്ക് നമ്മളുടെ എക്കോ സ്പോട്ടും കൂടെ എൻ്റെ അടുത്ത് ചിലപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം വീണ്ടും ഷെഡിനുള്ളിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഇനി പറക്കിയിടാം. അങ്ങനെ നമ്മൾ 2 കാർ എന്താ കയറ്റിയിട്ടപ്പോൾ കൊള്ളല്ലേ. 2 കാറിന് കാർ ഷെഡെല്ലാം സെറ്റാക്കി കാറും അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നും ഇങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല. എന്നും നേരെ കൊണ്ട് ഡയറക്റ്റ് ആയിരിക്കും വരുന്നത്. എന്നും പിന്നെ ഭംഗിയായിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് അമ്മച്ചി തോരിപ്പുണ്ട്. അപ്പോൾ അതാ കാർ ഈ ഒരു കൊലത്തിലാണ് നമ്മളെ വീട്ടിൽ കിടക്കുന്നത്. വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും 2 ഫോർഡും ഇനി ഇവിടെ കിടന്നുറങ്ങിക്കോ. ഇനി വിളിക്കാം, എവിടെയും പോകുമ്പോൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഫുൾ പണിയും കണ്ടാണ്. കാർ ഷെഡ് ഈ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മൾ കാറിടേണ്ട കണക്കിനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷീറ്റ് ഇടാൻ വേണ്ടി ഏകദേശം 16,000 രൂപ ആയിട്ടുണ്ട്. ഇത്രയും ഷീറ്റ് ഇടാൻ വേണ്ടി 16,000 ആയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ ഷീറ്റും തൂണും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 16,000 രൂപ ആയിട്ടുണ്ട്. ഈ 16,000 എങ്ങനെ ആയെന്ന് വെച്ചാൽ ഷീറ്റ് മൊത്തം 6 ഷീറ്റാണ് നമ്മൾ എടുത്തത്. പിന്നെ സൈഡ് അടയ്ക്കാൻ വേണ്ടി മൊത്തം 7 ഷീറ്റ് എടുത്ത്. അപ്പോൾ ഒരു ഷീറ്റിന് 1,500 രൂപ വെച്ചിട്ട് 7 ഷീറ്റിൻ്റെ വില കൂട്ടി. പിന്നെ അല്ലാതെ പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 16,000 രൂപ നമുക്ക് ഷീറ്റ് ഇടാൻ മാത്രമായിട്ടുണ്ട്. പിന്നെ നമ്മളെ സൈഡ് കെട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പൂശി തീർന്ന ഒരു വീഡിയോയില്ലേ, ആ സൈഡ് കെട്ടാൻ എല്ലാം കൂടെ ഒരു 3,000 രൂപ അടുപ്പിച്ച് സൈഡ് കെട്ടാനായി. കാരണം കല്ലും അതിൻ്റെ സിമെൻറ്റും കാര്യങ്ങളെല്ലാം ഒറ്റ പാർട്ടിയാണ്, കോൺട്രാക്ട് വർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഒറ്റ പാർട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ശേഷം 3,000 രൂപ അടുപ്പിച്ച് അതായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടി 16,320 രൂപയാണ് 195 സ്ക്വയർ ഫീറ്റ് ഇൻ്റർലോക്ക് ഇടാനായിട്ടുള്ളത്. ഇത്രയും മാത്രമല്ല, ഇത് 175 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെയിം ഇൻ്റർലോക്ക് തന്നെയാണ് നമ്മൾ ഇട്ടത്. അപ്പം അതിൻ്റെ ബില്ല് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എത്രയും രൂപയാണ് നമുക്ക് ചിലവ്. ഓൾറെഡി എല്ലാം കൂടെ ഒരു 33,000-34,000 രൂപ അടുപ്പിച്ച് നമ്മളുടെ ഒരു കാർ ഷെഡ് മേക്ക് ആയിട്ടുണ്ട്. കാരണം ഇത്രയും ചിലവാകാൻ കാരണം എന്ന് പറഞ്ഞാൽ സൈഡ് വാൾ കെട്ടി, പിന്നെ അല്ലാതെ കാർ ഷെഡ് ഷീറ്റ് ഇട്ടു, പിന്നെ ഇൻ്റർലോക്ക് ഇട്ടു. ഇതെല്ലാം കൂടെ ചെയ്തപ്പോഴാണ് ഈ ഒരു ലെവലായത്. അപ്പം നമുക്ക് ഒറ്റ കാർ ഷെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ വേറെ വെറൈറ്റി കല്ലിടാന്നാണ്, ഇൻ്റർലോക്ക് വേറൊരു കളർ ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ സെയിം കല്ല് തന്നെ ഇട്ട് ഒറ്റ കാർ ഷെഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നതാണ് നമ്മൾ പഴയ കല്ല്, സെയിം പാറ്റേൺ കല്ലാണ്. ഇത് പിന്നെ വൃത്തിയുള്ളതുകൊണ്ടാണ് രണ്ട് കളർ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കാർ ഷെഡിൻ്റെ ലുക്ക്. പിന്നെ നമ്മളെ ഷീറ്റും കാര്യങ്ങളും സൈഡിലൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വണ്ടി കിടക്കേണ്ട ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തുണിയൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഉണക്കായിടുന്നത്. പിന്നെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി കാറ് വരുമ്പോൾ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടണം. അപ്പോൾ എന്തായാലും ഇത്രയാണ്. നമുക്ക് ഏകദേശം 34,000 രൂപ അടുപ്പിച്ചാണ് നമ്മളുടെ കാർ ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി ചിലവായിട്ടുള്ള തുക. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് മാക്സിമം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം 3-4 ദിവസത്തെ പണിയായിരുന്നു ഇത്. 3-4 ആദ്യത്തെ 2 ദിവസത്തെ പണി ഷീറ്റിൻ്റെ കാര്യം തന്നെ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാണ് ഇവിടെ പൂശിൻ്റെയും ഇവിടുത്തെ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കേണ്ട പണിയുണ്ടെന്ന്. പിന്നെ വേറൊരു ദിവസമാണ് ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസത്തെ പണിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആക്കി നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കല്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ടാറ്റാ.